നീ സ്നേഹിച്ചിട്ടുണ്ടോ? അടുത്ത വരി എന്താണ്? അയാൾ അപ്പോൾ വാവിട്ട് കരഞ്ഞു. സ്വന്തം സ്നേഹത്തെ പുനഃപരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാവിട്ട് കരാതിരിക്കാൻ തരമില്ല. ഇതല്ല സ്നേഹം. എന്തിനാ ഒരാൾ മരിച്ചെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ എല്ലാ ജോലിയും വിട്ടിട്ട് അയാളെ തേടിപ്പോകുന്നത്? കുറ്റബോധം കൊണ്ടാണ്. മരിച്ചെന്നറിയുമ്പോഴാണ് മനസ്സിലാവണത് പോയി കാണാമായിരുന്നു, കുറച്ചുകൂടി കൂടെ ഇരിക്കാമായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾക്കും വാവിട്ട് കരാതിരിക്കാൻ തരമില്ല. കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടയിൽ എൻ്റെ 6 ചെറുപ്പക്കാരായ സ്നേഹിതർക്ക് അവരുടെ ഭാര്യമാരെ നഷ്ടമായി. കൃത്യമായിട്ട് പറഞ്ഞെന്നാൽ തൊട്ട് മുമ്പത്തെ ഈ മെയ് അല്ല, അതിന് മുമ്പത്തെ മെയ് മാസം 29 തൊട്ട്. അന്നോട്ടാണ് ഞാനിത് പതുക്കെ ഒന്ന് എണ്ണി തുടങ്ങിയത്. കാരണം 29-ാം തീയതി വളരെ അടുത്തൊരു സ്നേഹിത മരിച്ചു. അവിടെ തൊട്ട് 6 പേര് മരിച്ചു 1.5 വർഷത്തിനുള്ളിൽ. വളരെ ചെറുപ്പമായ ആൾ. ഇവരുടെ സംസ്കാര ശുശ്രൂഷയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് സ്വന്തം മുറിയിൽ ഇങ്ങനെ കൂനിപ്പിടിച്ചിരിക്കുമ്പോൾ ഞാൻ ഓർത്ത ഒരൊറ്റ കാര്യം മാത്രമാണ്, ഭാര്യ മരിച്ച രാത്രിയിൽ അയാൾ എങ്ങനെയായിരിക്കും? ഭാര്യ മരിച്ച രാത്രിയിൽ ഒരാൾ എങ്ങനെയായിരിക്കും? ഓരോ ചെറിയ കാര്യങ്ങൾക്ക് അവളെ കുറ്റപ്പെടുത്തി. രാവിലത്തെ ഭക്ഷണം വൈകുന്നേരം ചൂടാക്കി തന്നു, അല്ലെങ്കിൽ ഭക്ഷണം തണുത്തുപോയി. ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളോടും അവളെ താരതമ്യപ്പെടുത്തി. പിടിപ്പ് കുറഞ്ഞവളെന്ന് അപഹസിച്ച് ഡോർബെല്ലൊക്കെ അടിച്ചിട്ട് ഇത്തിരി നേരം വൈകി കഴിയുമ്പോൾ എവിടെ പോയി കിടക്കുന്നൊക്കെ കുലീനമില്ലാതെ ചോദിച്ച്. ഇനിയിപ്പോൾ ദൈവം സഹായിച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും വീട്ടിലുണ്ടാവില്ല. ഭക്ഷണത്തെക്കുറിച്ച് ഒരു പരാതിയും ഉണ്ടാവില്ല. കാരണം ഭക്ഷണം തന്നെ ഇല്ല. ബെല്ലടിച്ച് കാത്തിനിക്കുകയും വേണ്ട. എവിടെ പോകുമ്പോഴും താക്കോലുമായിട്ട് പോകാം, എപ്പോൾ വേണമെങ്കിലും കയറാം. ജീവിതം ഒരൂഴം കൂടി തരുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ നിങ്ങളുടെ ചെറിയ കുഞ്ഞുങ്ങളെ തല്ലുമ്പോൾ ഇടക്ക് കയറി തടസ്സം പറയേണ്ടത് നിങ്ങളുടെ അപ്പനും അമ്മയാണ്. അതായത് കുഞ്ഞുങ്ങളുടെ ഗ്രാൻഡ് പേരൻസ്. ഈ കുഞ്ഞുങ്ങളെ തല്ലാൻ പാടില്ല. ഓഹോ, ഇപ്പം കയറി ഈ തടസ്സം പറയണ ഈ അപ്പനും അമ്മയൊക്കെ നമ്മളെ എങ്ങനെ വളർത്തിയത്? വടി ഒടിയോളം അടിച്ച്. എന്നിട്ട് ഇപ്പം എങ്ങനെ ഈ മാനസാന്തരം വന്ന് ഇത്തിരി മാറിയിരുന്നൊക്കെ കാര്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെ ആയിരുന്നില്ല മക്കളെ വളർത്തേണ്ടിയിരുന്നുവെന്ന്. അതിനുള്ള അനുതാപ ശുശ്രൂഷയെ നടന്നുകൊണ്ടിരിക്കണം. 1, നീ എവിടെ? 2, നിൻ്റെ സ്നേഹം എവിടെ? ആ നുണയൊന്ന് തിരുത്തിയാൽ നല്ലതാണ്. ഇഷ്ടമെന്ന് പറയുന്ന നുണ. 3-മതായിട്ട് നിൻ്റെ കുരിശ് എവിടെയാണ്? പുതിയ നിയമത്തിൻ്റെ ചോദ്യമാണ്. കൃത്യമായ ചോദ്യം അങ്ങനെ കിടപ്പില്ല. പക്ഷേ പുതിയ നിയമത്തിൻ്റെ സംഗ്രഹം അതാണ്, നിൻ്റെ കുരിശ് എവിടെയാണ്? 1, നീ എവിടെ? 2, നിൻ്റെ സ്നേഹം എവിടെ? 3, നിൻ്റെ കുരിശ് എവിടെ? എന്താ കുരിശ്? ഇതാണ് ധ്യാനത്തിൻ്റെ ശരീരഭാഷ. വിരിച്ചു പിടിച്ച കരം. ഇത് തന്നെയാണ് സ്നേഹത്തിൻ്റെയും ശരീരഭാഷ. വിരിച്ചു പിടിച്ച കരം. ഫലത്തിൽ എന്നാ സംഭവിക്കണം? ഒരാൾ ധ്യാനത്തിൽ കൈവിരിച്ച് പിടിച്ചാലും സ്നേഹത്തിൽ കൈവിരിച്ച് പിടിച്ചാലും ശരീരം തന്നെ എന്തായിട്ട് മാറുന്നു? കുരിശായിട്ട് മാറുന്നു. അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയാണ് 3-മത്തെ ഒത്തു വരുന്നുണ്ട്, കുരിശ്. ഈ പ്രഭാഷണം നീളുന്ന ഉൾപ്പെടെ എന്തൊക്കെ കുരിശൊക്കെയാണപ്പോൾ ജീവിതത്തിലൊന്ന് ഓർത്ത് ഹാപ്പിയാകാൻ വരട്ടെ. കുരിശെ കയറിയ എല്ലാവരും ക്രിസ്തുവായിട്ടില്ല. കാരണം കുരിശിൽ 2 തരത്തിൽ മരിക്കാം. 1, തല ചരിച്ച് മരിക്കാം. 2, തല നമിച്ച് മരിക്കാം. മിക്കവാറും പേര് മരിക്കണത് തല ചരിച്ച. ആത്മഹത്യ ചെയ്തവരൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ടടിച്ചിട്ട് തല ഇങ്ങനെ ഒടിഞ്ഞു വീഴും. എന്നാൽ ആരും എൻ്റെ പ്രാണനെ എന്നിൽ നിന്നെടുത്തതല്ല, ഞാനത് സ്വയമേ അർപ്പിച്ചതാണെന്നുള്ളതിൻ്റെ ശരീരഭാഷയായിട്ട് അവൻ തല നമിച്ച് മരിച്ചു. കുരിശ് രൂപം കൊത്തുമ്പോൾ ശില്പികൾ ഈ വ്യത്യാസം പലപ്പോഴും ധ്യാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചരിഞ്ഞൊക്കെ അവർ കൊത്തുന്നത്. തല നമിച്ച് മരിച്ചു. അപ്പോൾ കുരിശേ കയറി എല്ലാവരും ക്രിസ്തുവായിട്ടില്ല. അതുകൊണ്ടാണ് യേശു സഹനത്തിന് പുതിയൊരു വാക്ക് കണ്ടുപിടിച്ചു. എന്താ വാക്ക്? കുരിശിൻ്റെ വഴി തീരുമ്പോൾ ഉള്ള പ്രാർത്ഥനയാണ്. എന്താണത്? എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്.
ഞാനത് നിങ്ങൾക്ക് വിട്ടുതരിക. യേശു സഹനത്തെ വിളിച്ച വാക്ക് മാമോദിസ എന്നാ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഈ മാമോദിസയുടെ അർത്ഥം? ഒന്നെങ്കിൽ ബോധപൂർവമായിരിക്കണം, സ്നേഹപൂർവമായിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ വാക്കൊന്ന് മനസ്സിൽ വെച്ചോളൂ. കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വെറുതെ ഓർത്താൽ മതി. യേശു സഹനത്തിന് കണ്ടുപിടിച്ച വാക്കാണെന്ത്? ജ്ഞാനസ്നാനം. 1, നീ എവിടെ? 2, നിന്റെ സ്നേഹം എവിടെ? 3, നിന്റെ കുരിശെവിടെ? ഈ 3 ചോദ്യങ്ങൾക്ക് തൃപ്തികരമായി ഉത്തരം നൽകാൻ പറ്റുമെങ്കിൽ ഉള്ളിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ പേരാണെന്ത്? യേശു. ജയിച്ചാൽ മതി. 40%. 95%, 98% ഈ പുണ്യാവന്മാർക്കാണ്. നമുക്ക് താല്പര്യമില്ല ഈ ചൂട് കാലത്തൊക്കെ രൂപക്കൂട്ടിലൊക്കെ നിന്ന് സാമ്പ്രാണിൻ്റെ പുകയൊക്കെ അടിച്ചിങ്ങനെ നിൽക്കാനായിട്ട്. ഹാപ്പി ആയിരിക്കണം, സന്തോഷമായിട്ട് നടക്കണം കേട്ടോ. പക്ഷെ തോറ്റ എന്നാ ചെയ്യും? ഒരു 25 വർഷം മുമ്പ് തൃശ്ശൂരിൽ കവിയും എഴുത്തുകാരനുമായ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. സുബ്രഹ്മണ്യദാസ് എന്ന അയാളുടെ പേരാ. സുബ്രഹ്മണ്യദാസിൻ്റെ ആത്മഹത്യക്കുറിപ്പ് വളരെ ചെറുതാണ്. അതിങ്ങനെയാണ്: മലയാളി ഒരു തോറ്റ ജനതയാണ്. ഇതായിരുന്നു അയാളുടെ സങ്കടം. എൻ്റേതൊരു തോറ്റ ജനതയാണ്. ഓരോരോ കാര്യങ്ങൾ ഈ നഗരത്തിൽ തന്നെ സംഭവിക്കുമ്പോൾ സുബ്രഹ്മണ്യദാസ് പറഞ്ഞ വാക്കുകളുടെ അർത്ഥം പിടുത്തം കിട്ടുന്നുണ്ട്. തോറ്റ ജനത, മലയാളി ഒരു തോറ്റ ജനത. എന്നെ വല്ലാതെ ഇങ്ങനെ ഭാരപ്പെടുത്തുന്ന ഒരു അന്ത്യമൊഴിയാത്. എന്നാലും ഞാനതിനെ ഒന്ന് മാറ്റി പറയുകയാണ്. ക്രിസ്ത്യാനി ഒരു തോറ്റ ജനതയാണ്. നസ്രാണി കഴിഞ്ഞ 2000 വർഷമായിട്ട് കൃത്യമായ ചോദ്യപേപ്പർ കിട്ടിയിട്ടും നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ഗുരുവിനെ അപമാനിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തെ ഏക ജനതയുടെ പേരാണ് നസ്രാണി. ഒരു തോറ്റ ജനതയാണ്. യേശു പറഞ്ഞിട്ടുള്ള വാക്കുണ്ട്: നിങ്ങളിലൂടെ മനുഷ്യർ എൻ്റെ സ്വർഗസ്നായ പിതാവിനെ വാഴ്ത്തും. ചങ്കി കൈവച്ചുകൊണ്ട് പറയണം. എത്ര പേർക്കത് പറയാൻ ധൈര്യം ഉണ്ടാകും? എന്നിലൂടെ അവൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നുണ്ടെന്ന്. എന്നിലൂടെ അവൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നുണ്ടെന്ന്. ഇതൊരു തോറ്റ ക്രിസ്ത്യാനിറ്റിയാണ്. 1, നീ എവിടെ? 2, നിന്റെ സ്നേഹം എവിടെ? 3, നിന്റെ കുരിശെവിടെ? ഈ 3 ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകാനായിട്ട് ജീവിതം പാകപ്പെടുമ്പോൾ വിളിക്കാവുന്ന വാക്കാണ് ക്രിസ്തുബോധം. ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. ധ്യാനമുണ്ട്, സ്നേഹമുണ്ട്. 2 കാര്യങ്ങൾക്ക് വേണ്ടി നല്ലതുപോലെ വിലയും കൊടുത്തിട്ടുണ്ട്. നീ എവിടെ? നിന്റെ സ്നേഹം എവിടെ? നിന്റെ കുരിശെവിടെ? പട്ടം കിട്ടിയ നാൾ തൊട്ട് എവിടെ ആര് വിളിച്ചാലും ഞാൻ പോയി പറയണത് ഇത് തന്നെയാണ്. ക്രിസ്തു ഒരു ബോധത്തിൻ്റെ പേരാ, വ്യക്തിയുടെ പേരല്ല. ആയിരുന്നു 33 വർഷം. ബാക്കി മുമ്പും ബിമ്പും ഒക്കെ ആളൊരു ബോധോ. അത്തരം നാളുകളിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ അപ്പനെ കാണണമെന്ന് തോന്നി. കാരണം ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും അപ്പനിലുണ്ട്. ധ്യാനമുണ്ട്. വെരി റിഫ്ലക്റ്റീവ് മാൻ. കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ 1/2 നൂറ്റാണ്ടോളം എല്ലാ നോയമ്പ് കാലത്തും കുരിശിൻ്റെ വഴി ഗീതങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു എൻ്റെ അപ്പൻ. തുടർച്ചയായിട്ട് എല്ലാ വർഷവും നോയമ്പിലൊക്കെ നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴി ഗാനങ്ങൾ എഴുതും. കഴിഞ്ഞ 3 വർഷമായിട്ട് ചെയ്തിട്ടില്ല. അപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ക്രിസ്തു ഒരാളെ എന്തുമാത്രം ബാധിക്കുന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു നാടക ട്രൂപ്പുണ്ട്, അസീസി ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു നാടകത്തിനകത്ത് 1 സെക്കൻഡ് വരുന്ന യേശു ഉണ്ട്. മനോജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ആ യേശുവിൻ്റെ രൂപം കെട്ടുന്നത്. പക്ഷെ ആ 1 സെക്കൻഡ് ആ രൂപം കെട്ടാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ നടത്തുന്ന ഒരുക്കം, 1 സെക്കൻഡ് സ്റ്റേജിലൊന്ന് കടന്നു പോകാനായിട്ട്. അത് തന്നെ എനിക്ക് അപ്പനെക്കുറിച്ചും തോന്നിയിട്ടുള്ളത്. കുരിശിൻ്റെ വഴി എഴുതാൻ വേണ്ടി ഇങ്ങനെ 40 ദിവസം. ധ്യാനമുണ്ട്, സ്നേഹമുണ്ട്. പ്രൈമറി സ്കൂൾ അധ്യാപകനാണ്. പഠിപ്പിച്ചിരുന്ന കടപ്പുറത്ത് സ്കൂളിലാണ്. കടപ്പുറത്ത് നല്ല പട്ടിണിയുള്ള സമയമായിരുന്നു. നമുക്ക് ഓർമ്മ വെച്ച നാൾ തൊട്ട് ശനി ഞായർ ഒഴിച്ചുള്ള 5 ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് വേറെയും കുഞ്ഞുങ്ങളുണ്ടാവും. ഓൾറെഡി നമ്മൾ ദരിദ്രരാണ്. നമ്മുടെ ഒറ്റമീൻ കറിയിലും ചോറിലും ഈ കുഞ്ഞുങ്ങളും വന്ന് പങ്കുചേരുന്നത്. അപ്പോൾ സ്നേഹമുണ്ട്, ഇഷ്ടമല്ല. തൻ്റെ 5 മക്കൾ മാത്രമേ ഈ ഭൂമിക്ക് മീതെ ഉള്ളെന്ന തെറ്റിദ്ധാരണയൊന്നുമില്ല ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകന്. സഹിച്ചതിൻ്റെ കണക്കില്ല. സാമാന്യം
സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടായിരുന്നൊരു വല്യപ്പച്ചൻ എന്തോ ചില വാശികളുടെ പേരിൽ രാത്രിക്ക് രാത്രി പാർത്തിരുന്ന ഇടവും വീടും പുരയിടവും ഒക്കെ വിട്ടിട്ട് ഇപ്പം ഞങ്ങൾ പാർക്കുന്ന തിരുവിതാംകൂറിലെ കടപ്പുറത്തേക്ക് കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ വല്യപ്പച്ചൻ്റെ കൈവശം ഉണ്ടായിരുന്നത് 3 കുഞ്ഞുങ്ങളും 2 വെള്ളി നാണയമാണ്. അവർ തിന്ന പട്ടിണിക്കൊരു കണക്കില്ല. പിന്നെ ഇവയ്ക്ക് വേറെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, കുറച്ച് വിഷാദമൊക്കെ ഉണ്ട്, ഡിപ്രഷനൊക്കെ ഉണ്ട്, ധ്യാനമുണ്ട്, സ്നേഹമുണ്ട്, സഹനമുണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നി, എനിക്ക് പരിചയമുള്ള എൻ്റെ ആദ്യത്തെ ക്രിസ്തു എൻ്റെ അപ്പ തന്നെയാണ്. വളരെ കുറച്ച് പരിചയം മാത്രം നമുക്കിടയിൽ രൂപപ്പെട്ടപ്പോൾ ഞാൻ ഈ വീട്ടുവിശേഷങ്ങളൊക്കെ എന്തിനാണ് ഇത്രയും കാര്യമായിട്ട് വിളമ്പണത്? എൻ്റെ അപ്പനെ പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല. ഇവിടെ ഇരിക്കണ ഏകദേശം ഒരു 2000 പേരെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 2000 പേരുടെ അപ്പനെയും അമ്മയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ എണീറ്റിട്ട് പറയുകയാണ് ഇത് എൻ്റെ അപ്പൻ്റെ കഥയല്ലെന്ന് പറഞ്ഞെന്നാൽ പിന്നെ ഞാൻ ഈ പണിക്ക് പോകത്തില്ല. ഇത് എല്ലാവരുടെയും കഥയാണ്. എവരിബഡി സ്റ്റോറി. ഇതാണ് യേശു പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ദൈവരാജ്യം നമ്മുടെ ഇടയിലാണ്. ദൈവരാജ്യം നമ്മുടെ ഇടയിലാണെന്ന് മനസ്സിലാവണമെങ്കിൽ ആദ്യം പിടുത്തം കിട്ടേണ്ട കാര്യം ദൈവരാജ്യം എൻ്റെ ഉള്ളിലാണ്. ഉള്ളി ദൈവരാജ്യം ഉണ്ടെന്ന് പിടുത്തം കിട്ടിയപ്പോഴാണ് ഈ ഇടയിലുള്ള ദൈവരാജ്യം പിടുത്തം കിട്ടി തുടങ്ങണേ. 2 തിരുവചനങ്ങൾ അഭിമന്യ കേൾവിക്കാരുടെ ശ്രദ്ധയ്ക്ക് വിട്ടു തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1, ദൈവരാജ്യം എൻ്റെ ഉള്ളിലാണ്. 2, ദൈവരാജ്യം നമ്മുടെ ഇടയിലാണ്. ഇത്രയൊക്കെ മതിയെന്നേ നേരത്തെ പറഞ്ഞ കണക്ക് 30,000 ദിവസങ്ങൾ ഓടിച്ചു പോകാനായിട്ട്. എന്തിനാ ഈ മുഴുവൻ ബൈബിളും പഠിച്ചിട്ട്? ഇനിയിപ്പോൾ കാര്യമൊന്നുമില്ല. ചെറുപ്പത്തിലൊക്കെ പഠിച്ചിരുന്നെങ്കിൽ കൊള്ളാം. ഇനിയിപ്പോൾ അതൊക്കെ തപ്പിയെടുത്ത് വായിച്ചു പോകും. തൽക്കാലം ഇതുകൊണ്ട് ഓടിക്കാൻ പറ്റുമെന്ന് നോക്ക്. ദൈവരാജ്യം ഉള്ളിലാണ്, ദൈവരാജ്യം ഇടയിലാണ്. ഈ 2 തിരുവചനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ വ്യത്യാസം പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, എനിക്ക് എന്നോടിപ്പോൾ കുറച്ച് മതിപ്പൊക്കെ ഉണ്ട്. സെൽഫ് എസ്റ്റീം. കാര്യം ഒരു ഭംഗിയില്ലാത്തൊരു നടപ്പൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മളോട് ഇത്തിരി മതിപ്പൊക്കെ ഉണ്ട്. അത് വലിയ കാര്യമാണ്. കാരണം നമ്മളോട് മതിപ്പില്ലാഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അയാളുടെ വിത്ത് ഉള്ളി കിടപ്പുണ്ടെന്നറിഞ്ഞ കാലം തൊട്ട് എനിക്ക് എന്നോട് മതിപ്പ് ആരംഭിച്ചു. ജീവിക്കാനുള്ള മിനിമം ഗ്യാരണ്ടി നമുക്ക് നമ്മളോട് മതിപ്പ് തോന്നുക എന്നുള്ളതാണ് മിനിമം. പിന്നെ എനിക്കിപ്പോൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും കൃത്യമായ ആദരവുണ്ട്. കാരണം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ശൈശവാവസ്ഥയിൽ തന്നെയുള്ള ഈ ക്രിസ്തുബോധം അവരിൽ പൂക്കളായിട്ട് മധുരിക്കുന്നതും പൂക്കളായിട്ട് സുഗന്ധം കൊടുക്കുന്നതും പഴമായിട്ട് മധുരിക്കണതും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരെയും കാണുമ്പോൾ പലരെയും കേൾക്കുമ്പോൾ എനിക്കവരുടെ കാലെ തൊടാൻ തോന്നണം. പിന്നെ അത്തരമൊരു രീതി നമ്മുടെ നാട്ടിൽ കുറവായതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെക്കുക. അടുത്ത കാലത്തായിട്ട് എനിക്കിങ്ങനെ കാലെ തൊടാൻ തോന്നിയൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് പോകും. ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്, പ്രൈവറ്റ്, ഗവൺമെൻറ് അല്ല, പ്രൈവറ്റ്. ഏതാണ്ട് ഏറ്റുമാനൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ ഛർദ്ദിക്കാൻ തുടങ്ങി. ഇതൊന്നും ചെതറി വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഷട്ടറൊക്കെ ഇട്ട് സേഫായിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല തിരക്കുള്ള ബസ്സാണ്. ടിക്കറ്റ് മുറിച്ച് കൊടുക്കുന്ന ഒരു ചെറിയ മകൻ, കഷ്ടിച്ച് 21 വയസ്സൊക്കെ ഉണ്ടാകും. അവൻ ഈ തിരക്കിലൂടെ ഓടി എത്തി. ലെഗ് സ്പേസ് ഒന്നും ഇല്ല, ചരിഞ്ഞിങ്ങനെ കിടന്നുകൊണ്ട് ഛർദ്ദിക്കണ ഈ പാസഞ്ചറെ തടയി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ നല്ലതുപോലെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. മിക്കവാറും ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ പുറകെ ഞാൻ ഇങ്ങനെ കൂനി പിടിച്ചിട്ടുണ്ടാകും. ഈ ലുട്ടാപ്പിയുടെ ഒക്കെ കാര്യം പറഞ്ഞാണ് ഏതെങ്കിലും കുന്തത്തിലുണ്ടാകും. എന്നിട്ടും എൻ്റെ ഇത്രയും ദീർഘമായ യാത്രകൾക്കിടയിലും ഞാൻ കണ്ടിട്ടില്ല ഛർദ്ദിക്കണ പാസഞ്ചറെ കണ്ടക്ടർ തടയി കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വേറെ ജൻസിപ്പെട്ട മോനാണ്. ഞാൻ കുറച്ചുകൂടി അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ മുമ്പോട്ട് പോയിട്ട് ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ചേട്ടാ വാ കൊപ്പിളിച്ച് കള, അരുചി മാറുമ്പോൾ തന്നെ സുഖം ഉണ്ടാവും, വാ കൊപ്പിളിച്ച് കളയണം. എന്നിട്ട് കുപ്പി തിരികെ കൊടുക്കുമ്പോൾ വലിച്ചു കുടിക്കുക ചേട്ടാ. കുടിക്കാനൊരു ബുദ്ധിമുട്ട്, കാരണം ഇവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളമല്ലേ, പൈപ്പിൽ കിട്ടുന്ന വെള്ളമല്ലേ ചേട്ടാ, വലിച്ചു കുടിക്ക്. പൈപ്പിൽ കിട്ടുന്ന വെള്ളമല്ലേ. നേരത്തെ പറഞ്ഞ് എനിക്കൊരു അസുഖമുണ്ട്,
ഇപ്പം ഇവൻ്റെ കാലേ തൊടണം. എന്നാലും തോന്നുന്നതൊക്കെ ചെയ്യുന്നത് ശരിയല്ല. സീരിയസ് ആയിട്ടിരുന്നു. അങ്ങനെ എത്ര നേരം ഇരിക്കാൻ പറ്റും? ഈ വയറ്റിൽ വരുമ്പോൾ ചെറിയൊരു തിരക്കുണ്ട്. ആ തിരക്കിനിടയിൽ ഞാൻ കാര്യം പറ്റിച്ചു. അതൊക്കെ അവൻ്റെ കാലേ തൊട്ടു നമസ്കരിച്ചു. അവനെയൊക്കെ തൊട്ട് നമസ്കരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഈ മീശയും വെച്ച് നടന്നിട്ട്? അവൻ ഇത്തിരി ഒരു അമ്പരപ്പോടെ എന്നെ നോക്കുന്നുണ്ട്. കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവനോടൊരു കാര്യം കൂടി പറയാൻ താല്പര്യമുണ്ടായിരുന്നു. എന്താണ്? അവൻ്റെ കഴുത്തിൽ മലക്ക് പോകുന്ന മാല കിടപ്പുണ്ട്. എനിക്കതുകൂടി പറയാൻ താല്പര്യമുണ്ടായിരുന്നു. നീ എന്തിനാടാ മലക്ക് പോണത്? നീ തന്നെയാണ് അയ്യപ്പൻ. കരിമണ്ടി ചുറ്റി ഇരുമുടി കെട്ടെടുത്ത നഗ്നപാതനായി കല്ലും മുള്ളും ചവിട്ടി വ്രതമൊക്കെ എടുത്ത് 18ാം പടി ചെല്ലുമ്പോൾ അവിടെ ഒറ്റ കാര്യം എഴുതി വെച്ചിട്ടുള്ളൂ. എന്താണത്? തത്വമസി. എന്താ അതിൻ്റെ അർത്ഥം? അത് നീയാണ്. ഏത്? അത് നീയാണ്. അതറിയാനായിട്ട് മല കയറണമെന്നില്ല. കോട്ടയം വൈറ്റ്ലർ റൂട്ടിൽ ടിക്കറ്റ് മുറിച്ച് കൊടുത്താൽ മതി. അത് നീയാ, അത് നീയാ, അത് നീയാ. പുറത്ത് നിൽക്കുന്നയാളും അകത്ത് നിൽക്കുന്നയാളും ഒന്നാകണൊരു കാലം വരും. ആമേൻ. ഈ സെൽഫ് എസ്റ്റീമിനെയും റെസ്പെക്റ്റിനെയും ഞാൻ വിളിക്കുന്ന വാക്കാണ് ആത്മീയത. ഞാൻ ആവർത്തിക്കുകയാണ്. ഒരാൾക്ക് അയാളോട് തോന്നുന്ന മതിപ്പും അപരനോട് തോന്നുന്ന ആദരവിൻ്റെയും പേരാണെന്ത്? ആത്മീയത. സെൽഫ് എസ്റ്റീം ആൻഡ് റെസ്പെക്ട് ഫോർ ദി അതർ. ആമേൻ. നമുക്ക് നാളെ ഈ ചിന്തകൾ തുടരാം. ഇത്തിരി നേരം നമുക്കൊന്ന് കണ്ണുപൂട്ടി പ്രാർത്ഥിക്കാം. ഇത്തിരി അത്താഴം കരുതി വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാവരും തന്നെ പങ്കുചേരണമെന്ന് ഇങ്ങനെ അച്ഛന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇടവയ്ക്ക് വേണ്ടിയും അഭ്യർത്ഥിക്കുകയാണ്. ഇത്തിരി നേരെ ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഒന്ന് കണ്ണുപൂട്ടി വീട്ടിൽ ചെന്നിട്ട് വായിക്കേണ്ട ഒരു ഭാഗമുണ്ട്. കൊളോസ്യൻസ് 1:26-27. കൊളോസ്യൻസ് 1:26-27. അത് ഞാൻ പതുക്കെ ഒന്ന് ഓർമ്മയിൽ നിന്ന് ചൊല്ലാം. ഒന്ന് കണ്ണുപൂട്ടിയിരിക്കുക. യുഗയുഗാന്തരങ്ങളായി മറച്ചു വെച്ച ഒരു നിഗൂഢത അവസാന കാലങ്ങളിൽ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. എന്താണ് രഹസ്യം? മഹത്വത്തിൻ്റെ ആദി കാരണമായ ക്രിസ്തു നിൻ്റെ ഉള്ളിലാണ്. യുഗയുഗാന്തരങ്ങളായി മറച്ചുവെച്ച ഒരു നിഗൂഢത അവസാന കാലങ്ങളിൽ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടെ തീരുമാനിച്ചു. മഹത്വത്തിൻ്റെ ആദി കാരണമായ ക്രിസ്തു നിൻ്റെ ഉള്ളിലാണ്. ആമേൻ. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ മനസ്സിൻ്റെ അണിയത്ത് മയങ്ങുന്ന ചൈതന്യമേ, ധ്യാനമായി, സ്നേഹമായി, സഹനസ്നാനമായി ഉണർണമേ, എന്നെ കീഴ്പ്പെടുത്തണമേ. കർത്താവായ യേശുവേ, എൻ്റെ മനസ്സിൻ്റെ അണിയത്ത് മയങ്ങുന്ന ചൈതന്യമേ, ധ്യാനമായി, സ്നേഹമായി, സഹനസ്നാനമായി ഉണർണമേ, എന്നെ കീഴ്പ്പെടുത്തണമേ. ഉണർണമേ, എന്നെ കീഴ്പ്പെടുത്തണമേ. സ്വർഗസ്നേഹങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഗീതം സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിലുമാണമേ. അത് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, എന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ത്രിത്വിക സ്തുതി പോലും നമ്മളീ പറഞ്ഞതിൻ്റെ ഓർമ്മപ്പെടുത്തല. പിതാവെന്ന് ചോടുന്ന എവിടെയാണ്? നെറ്റിയാൻ. ഇതെന്തിൻ്റെ അടയാളമാണ്? ധ്യാനത്തിൻ്റെയൊക്കെ ഒരു ഇടാൻ്റെ ചിന്തയുടെയൊക്കെ. യേശു പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വിളക്ക് നീ ദീപപീഠത്തിലേക്ക് കൊണ്ടുവരണം.
പറയുടെ കീഴിലല്ല സൂക്ഷിക്കേണ്ടത്. ഓരോരുത്തരുടെയും വിളക്ക് അവരുടെ കൈവശമുണ്ട്. ആ വിളക്കിൻ്റെ വെട്ടത്തിൽ ജീവിക്കുന്ന വിളിക്കുന്ന വാക്കാണ് എന്ത്? ധ്യാനം. പിന്നെ തുടർന്ന് ഇവിടെ കണ്ട എന്ത്? ഈ ശുദ്ധ സ്നേഹത്തിന് വേണ്ടിയാണ്, അത് ആ പൊന്നു തമ്പുരാന് വേണ്ടിയാണ്. പിന്നെ തോളന്തിന് വേണ്ടിയാണ്? കുഞ്ഞുങ്ങൾക്ക് പുസ്തകസഞ്ചി എടുക്കാനും മുതിർന്നവർക്ക് ജീവിതഭാരം എടുക്കാനും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ അവയവ. പിതാവ് എൻ്റെ ധ്യാനത്തെയും ഇത്തിരി നേരം ഒന്ന് ഹോൾഡ് ചെയ്യാം. പുത്രൻ എൻ്റെ സ്നേഹത്തെയും പരിശുദ്ധാത്മാവ് എൻ്റെ സഹനഭുജങ്ങളെയും ബലപ്പെടുത്തും. ആമേൻ. ലോകത്തെ ഏറ്റവും നല്ല വാക്കുകളിലൊന്ന് ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്തേ. എന്താ വാക്കിൻ്റെ അർത്ഥം? എൻ്റെ ഉള്ളിലെ ദൈവാംശം നിൻ്റെ ഉള്ളിലെ ദൈവാംശത്തെ തിരിച്ചറിയുന്നുണ്ട്. ദ ഡിവൈൻ ഇൻ മീ സല്യൂട്ട് ദ ഡിവൈൻ ഇൻ യു. അടുത്തിരിക്കുന്നവരുടെ കണ്ണുകളിലേക്ക് ഒന്ന് ഉറ്റുനോക്കി ഒരു നമസ്തേ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമസ്തേ.